വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. 4 മണി ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം കിട്ടിയാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതും കരിക്കാതെയും പൊരിക്കാതെയുള്ള സ്നാക്കാണെങ്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നാക്കായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ പൊതുവെ എപ്പോഴും ഉണ്ടാവാറുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇന്നത്തെ സ്നാക്ക്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പഴുപ്പ് എന്ന് പറയുന്നത് നന്നായി പഴുത്തു പോകും വേണ്ട, എന്നാൽ പഴുക്കാതിരിക്കും വേണ്ട, ഒരു മീഡിയം പഴുപ്പ്. നമ്മൾ ആദ്യമായിട്ട് തോല് കളഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ നമ്മൾ പൊരിക്കുമ്പോൾ സ്ലൈസസ് ആയിട്ടാണല്ലോ കട്ട് ചെയ്യാറ്, തിൻ സ്ലൈസസ് ആക്കിയിട്ട്. അങ്ങനെ തിന്നാക്കിയിട്ട് കട്ടിയില്ലാണ്ട് തിന്നാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. നീളത്തിൽ വേണം കേട്ടോ. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കാം. ഈ പഴത്തിൻ്റെ കട്ടിയുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കട്ടി കൂടിപ്പോയാൽ നമുക്ക് ജസ്റ്റ് ഇത് റോൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കറക്റ്റായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കട്ടി ഇല്ലാണ്ട് ഇത് കട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞത്. അതിനുശേഷം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിം ആക്കി ഇടുമ്പോൾ നമ്മൾ ഈ ഒരു പഴം ഇതിൻ്റെ ഒരു ഫ്ലെയിം കാരണം പെട്ടെന്ന് തന്നെ, കാരണം ഇത് തിൻ സ്ലൈസസ് ആണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വശമൊക്കെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടി ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. എന്നിട്ട് നമ്മൾ ഓരോ പഴവും നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഞാൻ രണ്ടാമത്തെ ബാച്ചും അങ്ങനെ 2-3 ബാച്ചായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതേ നോൺ സ്റ്റിക്ക് പാനിൽ 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് 1 ടേബിൾ സ്പൂണോളം ചെറുതാക്കി കട്ട് ചെയ്തതും, അതിനോടുകൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നാളികേരം ചിരകിയതും രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു പിഞ്ച് ഏലക്കാപ്പൊടി എല്ലാം കൂടെ ഇട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. വല്ലാണ്ട് അതൊരു ബ്രൗൺ കളറാക്കി കൊളാക്കണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സ്റ്റഫിംഗ് ആണ്. അപ്പോൾ ഓരോ സ്ലൈസ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ബനാന ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഓരോ സ്ലൈസസ് കൊടുത്തിട്ട് കുറച്ച് ഈ ഒരു തേങ്ങയുടെ സ്റ്റഫിങ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഫസ്റ്റ് നമ്മളൊരു ഫുൾ ബനാന ആണെങ്കിൽ തലക്കെ നമ്മൾ കുറച്ച് ഈ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ റോൾ ചെയ്യാൻ, ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. അങ്ങനെ ഓരോ പഴത്തിൻ്റെ സ്ലൈസസും നമ്മളിങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് റോളാക്കി എടുക്കേണ്ടത്. ഇനി ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഈ ഒരു പ്രൊസീജിയർ. കുറച്ച് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അത് എങ്ങനെയുള്ള അവസരങ്ങളിലാണെന്ന് വെച്ചാൽ പഴം മധുരമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. പഴം നല്ല മധുരത്തോടു കൂടിയുള്ളതാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക്, അധികം എന്താ പറയുക എണ്ണയും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഏത് വീട്ടമ്മമാർക്കും വളരെ പെട്ടെന്ന് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ് ഈ ഒരു ബനാന സ്നാക്ക്. അപ്പോൾ ഈ കാണുന്നവരിൽ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇനിയും ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.